ജീവിതത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാകില്ല. എന്നാൽ സമ്പത്തിനോട് നിയതമായ ആഭിമുഖ്യവും മനോഭാവവും വെച്ചു പുലർത്തുന്നവർ വിരളമാണ്. പണത്തോടുള്ള മനുഷ്യൻ്റെ സമീപനത്തിൽ കൗതുകകരമായ ചില മനോഭാവങ്ങൾ ദർശിക്കാനാവും. പണം തിന്മയായി കരുതുന്നവർ പണമാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നും അത് തിന്മയെ വളർത്തുമെന്നും ഇവർ വാദിക്കുന്നു. ചെറിയ വരുമാനക്കാരും ചെറിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വന്നവരും സ്വാർത്ഥരുമാണ് ഇക്കൂട്ടർ. അധ്വാനിക്കുവാനോ സമ്പാദിക്കുവാനോ മടിയുള്ളവരും യാതൊരു ദാനധർമ്മത്തിനും മുതിരാത്തവരും ആണ് ഇവർ. പണമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരും ഇവരിലുണ്ട്. തങ്ങൾ മാത്രം സന്മാർഗ രീതിയിൽ ജീവിക്കുന്നു എന്നും ബാക്കി എല്ലാവരും പണമുണ്ടാക്കുന്ന രീതി ശരിയല്ല എന്നും ഇവർ കരുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. പണത്തെ ആരാധിക്കുന്നവർ പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്നും ചിന്തിക്കുന്ന ഇവരിൽ ചിലർ പെട്ടെന്ന് ധനികരായി മാറിയവരാകാം. പണം പെട്ടെന്ന് നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ടാവും. തങ്ങളുടെ എല്ലാ നഷ്ടങ്ങൾക്കും അവർ മറ്റുള്ളവരെ പഴിചാരുകയും ചെയ്യും. പണം എറിഞ്ഞു പണം വാരുന്നവരും കമിഴ്ന്ന് വീണാലും കാൽപ്പണം വാരുന്നവരും ആണ് ഇവർ. ഇടയ്ക്കിടയ്ക്ക് തങ്ങളുടെ സമ്പാദ്യവും പണവും എണ്ണിക്കണക്ക് നോക്കിയും താക്കോൽ വെച്ചിടത്തു തന്നെയുണ്ടോ എന്ന് പരതുന്ന ഇവർ പണത്തിൽ സായുജ്യമടയുന്നു. പണം പ്രദർശിപ്പിക്കുന്നവർ പണത്തെ പൊങ്ങച്ചത്തിനും ഉപയോഗിക്കുന്നവരുമുണ്ട്. പൊതുവെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഇക്കൂട്ടർ പൊങ്ങച്ചം സംസാരിക്കുന്നവരും പണക്കാരുമായി മാത്രം കൂട്ടുകൂടുന്നവരുമായിരിക്കും. പണക്കാരോട് മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ. വിലയുള്ള വസ്തുക്കളെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുന്നവർ. പൊതുവെ പ്രദർശന മനോഭാവം പ്രകടമാക്കുന്ന ഇക്കൂട്ടർക്ക് പണമില്ലാത്തവരോട് പുച്ഛവുമായിരിക്കും. പണത്തെപ്പറ്റി ജാഗരണപ്പെടുന്നവർ ഇക്കൂട്ടർ പണത്തെക്കുറിച്ച് എപ്പോഴും അസ്വസ്ഥരായിട്ടുള്ളവരായിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ കൈവശം ധാരാളം പണമുണ്ടെന്നും തനിക്ക് മാത്രം ഒന്നുമില്ലെന്നും ചിന്തിച്ച് അവശരാവുന്നവർ. പണമിടപാടുകൾ സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്ന് പോലും മറച്ചുവെക്കുന്നവർ. കുട്ടിക്കാലത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടവരാണ് ഇവർ. എന്നാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പണം തനിക്ക് ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഭാവം. പണസംബന്ധമായി പിരിമുറുക്കം അനുഭവിക്കുന്ന ഇവർ ബന്ധങ്ങളിൽ പോലും പണത്തിൻ്റെ കണക്ക് നിരത്തി മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ഈ വിവേകപൂർണമായ സമീപനമുള്ളവർ പണത്തെ സൃഷ്ടിപരമായി കണ്ട് ക്രിയാത്മകമായി പരിപാലിക്കുകയും വളർത്തുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ച് ന്യായമായ രീതിയിൽ സമ്പത്ത് നേടിയെടുക്കുന്നതിനും ഇവർ ഉത്സുകരായിരിക്കും. ഇതിൽ ഓരോ വിഭാഗത്തിലും പെടുന്ന മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ സ്വയം ഞാൻ ഏതിൽ പെടുന്നു എന്ന് ചിന്തിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. ധനസമാഹരണവും വിനിയോഗവും. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ പണത്തെക്കുറിച്ചുള്ള പൊതു സിദ്ധാന്തത്തിൽ പണത്തിൻ്റെ ആവശ്യകതയെ 3 തരത്തിലായാണ് അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. പണം ഒരു വിനിമയ മാർഗമാണ്. ജീവിതത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം ആവശ്യമാണ്. അതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് കൈവശം കുറച്ച് പണമുണ്ടാവുക അത്യന്താപേക്ഷിതമാണ്. അടുക്കള ചെലവ്, യാത്രാ ചെലവ്, മരുന്ന്, വിനോദം തുടങ്ങിയവ ഇവയിൽ പെടുന്നു. പണത്തിൻ്റെ ആവശ്യകത ഒരു കരുതൽ ശേഖരം എന്ന നിലയിലാണ്. അവിചാരിതമായി സംഭവിച്ചേക്കാവുന്ന ചെലവുകൾ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെലവുകൾ മുൻകൂട്ടി കണ്ടെത്താനും സാധിക്കും. ഭാവിയിൽ ലഭ്യമാവാൻ പോകുന്ന പണത്തിനായി ഇന്നേ നിക്ഷേപിക്കുന്നതാണ്. ബിസിനസ് സംരംഭങ്ങളും നിക്ഷേപങ്ങളും ഇവയിൽ പെടുന്നു. പണം ഉപയോഗിച്ച് പണമുണ്ടാക്കുക എന്ന അവസ്ഥയിൽ പണം ഒരു വ്യവഹാര വസ്തുവായി മാറുന്നു. വിവേകപരമായ ആസൂത്രണം ധനവകുപ്പ് കൈകാര്യം ചെയ്യേണ്ട മന്ത്രി മുതൽ അടുക്കള മാനേജ് ചെയ്യുന്ന വീട്ടമ്മ വരെ ശരിയായ ധനവിനിയോഗം അറിയേണ്ടത് അനിവാര്യമാണ്. പണം സുരക്ഷിതത്വം തരുമെങ്കിലും പണം മാത്രമുള്ളവൻ ഏറ്റവും വലിയ നിർധനനാണ്. സമ്പത്തിൻ്റെ പരോത്മുഖതയും സാമൂഹിക മാനവും മനസ്സിലാക്കി സമ്പത്ത് സൃഷ്ടിക്കുക, പരിപാലിക്കുക, വളർത്തുക, കൈമാറ്റം ചെയ്യുക എന്നതാണ് സൃഷ്ടിപരമായിട്ടുള്ളത്. അതിന് ഇപ്പോഴുള്ള പ്രവർത്തന മേഖലയോട് ആത്മാർത്ഥമായ അഭിനിവേശവും പ്രതിബദ്ധതയും ഉണ്ടാകണം. അതോടൊപ്പം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കായുള്ള പരിശ്രമവും തുടരണം. കൃത്യമായ പടവുകൾ അറിയുന്നത് സഹായകരമായിരിക്കും. സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിജപ്പെടുത്തുക. നൂതന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുക. വരവ് ചെലവ് മനസ്സിലാക്കുക. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേർതിരിക്കുക. ബജറ്റ് ക്ലിപ്തപ്പെടുത്തുക. പദ്ധതികൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരിക. താൽക്കാലിക ചെലവുകൾ പരിമിതപ്പെടുത്തുക. ഭാവിയിലേക്ക് കരുതുക. ഇവയൊക്കെ കൃത്യമായി പാലിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം കാർന്നോന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിവരമുള്ളവർ മറ്റുള്ളവരുടെ അനുഭവം കണ്ടുപഠിക്കും, അല്ലാത്തവർ കൊണ്ടുപഠിക്കും.